സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റിയ ഒന്നാണ് ബോച്ചയും പ്രമുഖ നടിയും തമ്മിലുള്ള പ്രശ്നങ്ങൾ. ബോച്ചെ ഒരു നല്ല ബിസിനസ്സുകാരനാണ്, യാതൊരു തർക്കവുമില്ല. ഭാരതത്തിലെ ധാരാളം ജുവലറികൾ ഇട്ടുകൊണ്ട് സ്വർണ്ണ വ്യാപാര രംഗത്ത് ഏറെ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ജുവലറികൾ ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. അവിടെയെല്ലാം നടികളെ വിളിച്ചു വരുത്തി അവർക്ക് സ്വർണം കൊടുത്തുകൊണ്ട് ഒക്കെ ശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ ധാരാളം ജുവലറികൾ ബോച്ചെ ഓപ്പൺ ചെയ്യുന്നുണ്ട്. അവിടെയൊക്കെ ധാരാളം ജനങ്ങൾ തടിച്ചുകൂടുകയാണ്. അത്തരത്തിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു തരത്തിലേക്ക് എത്തിച്ചേർന്ന ബോച്ചെ എന്ന ബോബി ചെമ്മണ്ണൂർ ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുമൊക്കെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ശരിയാണ്. പക്ഷേ വ്യക്തിപരമായി സ്ത്രീകളെ അവഹേളിക്കുവാനോ ആക്ഷേപിക്കുവാനോ തയ്യാറാവാൻ പാടില്ലായിരുന്നു. സ്ത്രീകളുമായി കൂടുതൽ അടുത്ത് ഇടപഴകുമ്പോൾ ആ ഒരു ബന്ധത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ ആ ഒരു ഒത്തുചേരലിൻ്റെ പേരിൽ തമാശകൾ പറയാം. പക്ഷെ ഒരിക്കലും വ്യക്തിഹത്യ ആവരുത് തമാശകൾ. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, ബോച്ചെ ഒരു നല്ല വ്യക്തിയാണ്. ഈ പറഞ്ഞ നടിയും നല്ല ഒരു നടിയാണ്, ധാരാളം സൗന്ദര്യമുള്ള നല്ലൊരു നടിയാണ്, ഒരുപാട് ആരാധകരുള്ള ഒരു നടിയാണ് ഈ പറയുന്ന നടി. പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ആ നടിയെക്കുറിച്ച് മോശമായ ഒരഭിപ്രായം പറഞ്ഞു. വീണ്ടും 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 ഇത് ആവർത്തിക്കുന്നു എന്നുള്ളത് കൊണ്ട് ആണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരാതിയും ഈ പ്രശ്നങ്ങളുമൊക്കെ വന്നിരിക്കുന്നത്. ഈ ബോബി ചെമ്മണ്ണൂർ, നമുക്കറിയാം, ബോബി ചെമ്മണ്ണൂർ എന്ന് പറയുന്ന വ്യക്തി ലോകത്തിലെ ഫുട്ബോൾ മാന്ത്രികൻ മറഡോണയുമായിട്ടുള്ള ഒരു ബന്ധവുമൊക്കെ, മറഡോണയുടെ ഒപ്പം നിന്നുകൊണ്ട് നൃത്തം ചെയ്യുകയും മറ്റും ചെയ്യുന്ന ഭാരതത്തിലെ ഏക വ്യക്തി എന്ന് പറയാം. അങ്ങനെ ഒരു വലിയ ബന്ധമുണ്ടാക്കിയെടുത്ത ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിൻ്റെ ജുവലറിയുടെ പരസ്യമായതിനെ കാണാം. ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്, ധാരാളം കോടികൾ മുടക്കി ചെയ്യേണ്ട ഒരു പരസ്യത്തിന് സമമായി തീർന്നിരിക്കുന്നു ഇപ്പോഴുള്ള ഈ അറസ്റ്റും ഈ പ്രശ്നങ്ങളുമൊക്കെ. നമുക്കറിയാം, വള്ളംകളിയുമായിട്ട് ബന്ധപ്പെട്ട് വള്ളംകളിയുടെ ക്യാപ്റ്റനാവുന്നതിന് ഈ പറഞ്ഞതുപോലെ ബിസിനസ്സുകാരൊക്കെ ആവാറുണ്ട്. പല ക്ലബ്ബുകളുടെയും വള്ളംകളി നടത്തിപ്പിന് ആവശ്യമായ ഒരു ക്യാപ്റ്റൻസി എടുത്തുകൊണ്ട് ജനശ്രദ്ധ ആകർഷിക്കുന്ന തരത്തിൽ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വള്ളംകളി കൊണ്ട് ലാഭം ഒന്നുമില്ല എങ്കിൽ പോലും അത് ഭംഗിയായി നടത്തുന്നതിന് അതിൻ്റെ ക്യാപ്റ്റൻസി എടുത്തുകൊണ്ട് ഈ വള്ളംകളി രംഗത്ത് ശ്രദ്ധേയമായി തീരുന്നതിനും അതിലൂടെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരാളായി മാറാനും അതുവഴി ബിസിനസ് വലുതാക്കാനും കഴിയുന്നത് പോലെ ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂർ അദ്ദേഹത്തിൻ്റെ ബിസിനസ് വളർത്തുവാനാണ് ശ്രമിക്കുന്നത്. നമുക്കറിയാം, ഒരു കട, നമ്മുടെ പരിസരത്തുള്ള ഒരു കടയെ തോൽപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ആ കട കത്തിച്ച് കളയുകയോ അത് നശിപ്പിച്ച് കളയുകയോ ചെയ്യുകയല്ല വേണ്ടത്. അതിനേക്കാൾ വലിയ ഒരു കട ആ കടയുടെ പരിസരത്ത് ഓപ്പൺ ചെയ്യുക എന്നതാണ്. അത് ബിസിനസ്സിൻ്റെ ഒരു തന്ത്രമാണ്. എന്ന് പറഞ്ഞതുപോലെ കേരളത്തിലെ ധാരാളം ജുവലറികൾ ഓപ്പൺ ചെയ്തുകൊണ്ട് സ്വർണ്ണ വ്യാപാര രംഗത്ത് ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു ബിസിനസ്സുകാരനാണ് ബോബി ചെമ്മണ്ണൂർ എന്നതുകൊണ്ട് ഇതെല്ലാം ഒരു പരസ്യത്തിൻ്റെ
ഭാഗമായിട്ടായിരിക്കും അദ്ദേഹം കാണുന്നത് എങ്കിൽ പോലും ഞാൻ പറയുകയാണ്, ഇനിയെങ്കിലും സ്ത്രീകളെ അപമാനിക്കുന്ന തരത്തിൽ കമൻറ്റ് ചെയ്യുവാൻ പാടില്ല, ന്യായീകരണവുമായിട്ട് ഇനിയും വരാൻ പാടില്ല എന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു.